ക്രിപ്റ്റോയിൽ ഒരു പ്രൊജക്റ്റ് ടോക്കൺസ് ലോഞ്ച് ചെയ്യുമ്പോഴേക്കും പലതരത്തിലുള്ള ക്യാപിറ്റൽ റേസിംഗ് ഫണ്ട് റേസിംഗ് ഇവൻറ്റ്സ് നടക്കുമെന്നും അതിൽ ഓരോരോ സെക്ഷനിലും അവർ സർട്ടൺ ടോക്കൺസ് അലോക്കേറ്റ് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ടോക്കൺസ് പിന്നീടാണ് അവർക്ക് കിട്ടുന്നതെന്നും അവർക്ക് സർട്ടൺ ലോക്കിംഗ് പീരീഡ്സ് ഉണ്ടാക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ മോഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി എന്താണ് ടോക്കൺ അൺലോക്സ്, എങ്ങനെയാണ് അവരത് സ്ട്രക്ചർ ചെയ്യുന്നത്, അത് മാത്രമല്ല ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ടോക്കൺ അൺലോക്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ബേസിക്കലി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടോക്കൺ അൺലോക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ ടോക്കൺസ് അതിൻ്റെ ബാക്കെൻഡിൽ നിന്ന് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആവുക. അപ്പോൾ ടോക്കൺ അൺലോക്കിന് ബേസിക്കലി 2 പാർട്ടുകളുണ്ട്. ഒന്ന് ക്ലിഫ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഒന്ന് വെസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ടും. ഇതിൽ ഓരോന്നിനും ഓരോ മോഡൽസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ടോക്കൺ അൺലോക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ടീമും എത്രത്തോളം കാലം ടോക്കൺ അൺലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.